തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 23-കാരനെ ഉറ്റവരെ അരുംകൊല ചെയ്തതിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ചികിത്സയിലുള്ള അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതി അഫാൻ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ്. കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയെന്ന് പ്രതിയുടെ മൊഴി. അഫാൻ കൊല നടത്തി മടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണത്തിന് 3 DYSPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. മരിച്ച 5 പേർക്കും കണ്ണീരോടെ വീട് ചൊല്ലി ജന്മനാട്. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി CPIM സമരം. 4 വരി റോഡിൽ പന്തൽ കെട്ടിയും കസേരകൾ നിരത്തിയും പ്രതിഷേധം. പോലീസ് നോട്ടീസ് തന്നെന്നും അത് മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടോ എന്നും MV ജയരാജന്റെ പരിഹാസം. റോഡ് തടഞ്ഞതിന് MV ജയരാജനെ 1-ാം പ്രതിയാക്കി കേസ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ആരോഗ്യവകുപ്പിന്റെ അന്ത്യശാസനം. അടിയന്തരമായി ജോലിക്ക് ഹാജരാകണമെന്ന് നിർദ്ദേശം. പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശം. മലപ്പുറം ചുങ്കത്തറയിൽ LDFന് ഭരണനഷ്ടം. PV അൻവറിന്റെ പിന്തുണയോടെയുള്ള UDF അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ. വോട്ടെടുപ്പിനിടെ ഏറ്റുമുട്ടി UDF LDF പ്രവർത്തകർ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് 17 സീറ്റിൽ വിജയം. UDF 12 സീറ്റിൽ വിജയിച്ചു. മതവിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലായ PC ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി. ഹർജി നൽകിയത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ. ജോർജ് കാർഡിയോളജി ICUവിൽ നിരീക്ഷണത്തിൽ തുടരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം ജയിലിലേക്ക് മാറ്റുന്നതിൽ അന്തിമ തീരുമാനം. ആലപ്പുഴ ചെട്ടിക്കാട് നടു റോഡിൽ ഗുണ്ടകൾ തമ്മിൽ കത്തിക്കുത്ത. നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പി ബിനുവും ജോൺ കുട്ടിക്കും കുത്തേറ്റു. കത്തിക്കുത്തിൽ കലാശിച്ചത് മീൻ തട്ടിടുന്നതിലെ തർക്കം. ഒരാളുടെ നില ഗുരുതരം. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന നിലപാട് ആവർത്തിച്ച CPIM. BJP സർക്കാർ നിയോ ഫാസിസ്റ്റ് സർക്കാർ എന്ന പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. നിലപാടെടുത്തത് കൃത്യമായി വിശകലനം ചെയ്ത ശേഷം. CPIക്ക് അവരുടേതായ വിശകലനം നടത്താൻ അവകാശമുണ്ടെന്നും വിശദീകരണം. രമേശ് ചെന്നിത്തല എതിർക്കുന്നത് വിവരമില്ലായ്മ കൊണ്ടെന്ന് A. വിജയരാഘവൻ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിപ്പട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും. രാമചന്ദ്രൻ നായർക്കെതിരെ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കേസ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്കെതിരെ വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ അന്വേഷണ സംഘം. സുനി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കോടതിയെ അറിയിച്ചു. നടപടി കുറുപ്പും പടിയിൽ ബാറിൽ കയറി ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യം. ഡൽഹി നിയമസഭയിൽ ആദ്യ ദിനം തന്നെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടെ ബഹളം വെച്ചതിന് പ്രതിപക്ഷ നേതാവ് അതിശി ഉൾപ്പെടെ 11 AAP MLAമാരെ സഭയിൽ നിന്ന് പുറത്താക്കി. പ്രതിപക്ഷ ബഹളം. മദ്യനയ അഴിമതിയടക്കം 14 CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി സഭയിൽ വെച്ചതിന് പിന്നാലെ. മഹാകുംഭമേള നാളെ അവസാനിക്കും. പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക്. ശിവരാത്രി ദിനത്തിൽ പ്രധാന സ്നാനത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസതടസ്സം കുറഞ്ഞു. വൃക്കരോഗങ്ങളിലും ആശങ്ക വേണ്ടെന്ന് വത്തിക്കാൻ. ഓക്സിജൻ നൽകുന്നതും തുടരും.